തീർച്ചയായും ശിർക്ക് അത് വമ്പിച്ച അക്രമം തന്നെയാകുന്നു, അത് വലിയ പാതകം തന്നെയാകുന്നു എന്നാണ് നേരത്തെ ഓതിയ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നിസായിലെ 48-ാമത്തെ വചനത്തിന്റെ അവസാന ഭാഗത്ത് അല്ലാഹ് പറഞ്ഞത് വമൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഇഫ്തറാ ഇസ്മൻ അദീമ. ആരെങ്കിലും അല്ലാഹുവോട് പങ്കു ചേർക്കുന്നു എങ്കിൽ അവൻ തീർച്ചയായും ഗുരുതരമായ കുറ്റകൃത്യമാണ് ചമച്ചുണ്ടാക്കുന്നത് എന്നാണ്, തെറ്റാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന ശിർക ലദുൽമുൻ അദീം. ശിർക്ക് കൊടിയ പാതകമാണ്. ശിർക്ക് ചെയ്യുന്നത് അതിഗുരുതരമായ പാതകമാണ്. വിശുദ്ധമായ ഖുർആനിൽ ബഹുദൈവ വിശ്വാസത്തെ അതല്ലെങ്കിൽ ശിർക്കിനെ അപലപിച്ചുകൊണ്ട് അതിൻ്റെ ഗൗരവതരമായ അവസ്ഥകളെ സൂചിപ്പിച്ചുകൊണ്ട് നിരവധി ആയത്തുകളുണ്ട്. ഈ ആയത്തുകളെയാണ് വഹാബികൾ അവരുടെ വേദിയിൽ പാരായണം ചെയ്യുന്നത്. പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട്. അത്ര നിഷ്കളങ്കമല്ല അവരുടെ ലക്ഷ്യം. ഇവർ ഈ ആയത്തിനെ ഓതുന്നത് എന്തിനാണ്? ലോകത്തുള്ള ബഹുഭൂരിപക്ഷം വരുന്ന സുന്നികൾ ഇസ്ലാമിൽ നിന്നും പുറത്താണ് എന്ന് വരുത്തി തീർക്കാനുള്ള ദുർവ്യാഖ്യാനത്തിന് വേണ്ടിയാണ് ഇവർ ഈ ആയത്തോതുന്നത്. ഇത് പലതവണ നമ്മൾ ആവർത്തിക്കുന്നതാണ്. അവർ വീണ്ടും ഒരു കളവ് തന്നെ ആവർത്തിച്ച് ഗീബൽസിയൻ തന്ത്രം പയറ്റാൻ ശ്രമിക്കുമ്പോൾ നമ്മളതിൻ്റെ മറുപടി ആവർത്തിച്ചു പറയേണ്ടി വരികയാണ്. ഏതായാലും ഇദ്ദേഹം പറഞ്ഞു വരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വിശുദ്ധമായ ഖുർആനിൽ മക്കാ മുശ്രിക്കീങ്ങളുടെ ബഹുദൈവ വിശ്വാസത്തെ സൂചിപ്പിച്ച് ഇറങ്ങിയ ആയത്തുകളെ ഓതുകയാണ്. എന്നിട്ടോ അത് ഇന്ന് സുന്നികൾ നിർവഹിക്കുന്ന ഇസ്തിഗാസയാണ് അത് എന്ന് വരുത്തി തീർത്ത് അവരെ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കാനുള്ള ഹീനമായ ശ്രമമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ഖവാരിജിയത്ത് ഹും ശിറാറുൽ ഖൽഖ്. അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും മോശപ്പെട്ട ഖവാരിജിയാക്കൾ ചെയ്ത പണിയാണ് ഇൻ തലഖു ഇല ആയാത്തിൻ നസലത് അലൽ കുഫാരി ഫജഅലുഹാ അലൽ മുഅ്മിനീൻ. ആ പണി വളരെ ഭംഗിയായി ആ താവഴിയെ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ കേവലം അവരുടെ മേലിൽ ആരോപിക്കുകയാണോ? അല്ല. ഏതായാലും അദ്ദേഹം ഇനി 1-2 ആയത്തുകൾ അദ്ദേഹം ഓതുന്നുണ്ട്. നമുക്ക് തന്നെ വിശുദ്ധമായ ഖുർആൻ തുറന്നു നോക്കിയാൽ നഗ്ന നേത്രങ്ങളെ കൊണ്ട് പ്രകടമായിട്ട് മനസ്സിലാക്കാവുന്നതാണ് ആ ആയത്തുകൾ. എന്നിട്ടും പച്ചയായ ദുർവ്യാഖ്യാനം, ഒരു ലജ്ജയുമില്ലാതെ ഉപ്പു ചേർക്കാതെ കളവ് പറയാം. ഏറ്റവും ചുരുങ്ങിയത് വേദിയൊക്കെ കെട്ടി ഒരുപാട് ആളുകളൊക്കെ ഒരുമിച്ച് കൂട്ടിയെന്ന് പറയപ്പെടുന്നു. ആ ആളുകളൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഇങ്ങനെ കളവ് പറയാൻ ചെറിയ തൊലിക്കട്ടിയൊന്നും പോരാ. ഏതായാലും അദ്ദേഹം ഓതുന്ന ആയത്ത് 1-2 ആയത്ത് ഓതുന്നുണ്ട്, നമുക്കൊന്ന് കേൾക്കാം. എന്നാണ് അതിന് പല ന്യായങ്ങളും പറയുന്നുണ്ടാകാം. നമ്മൾ പാപികളാണ്, നമ്മൾ ദോഷികളാണ്, അതുകൊണ്ട് തന്നെ അള്ളാഹുവിനോട് നമ്മൾക്ക് നേരിട്ട് ചോദിക്കുവാൻ സാധ്യമല്ല, നമ്മൾ ചോദിച്ചാൽ ലഭിക്കുകയില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുവാൻ ഇത്തരത്തിലുള്ള ഔലിയാക്കൾ നമുക്ക് ആവശ്യമാണ്, അമ്പിയാക്കൾ ആവശ്യമാണെന്ന് പറഞ്ഞ് എന്ന് പറയുമ്പോ അവർ അല്ലാഹുവിന്റെ അടുക്കൽ നമുക്ക് ശഫാഅത്ത് പറയാനുണ്ടാകും. ഇതൊക്കെ മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങൾ പറഞ്ഞ കാര്യമാണ്. ഇതുതന്നെയാണ് പലപ്പോഴും നമ്മുടെ നാട്ടിലുള്ള മുസ്ലിം സഹോദരന്മാരോടും സമുദായം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന നോക്കണം നിങ്ങൾ. ഇത് മക്കാ മുശ്രിക്കീങ്ങളുടെ മേൽ പറഞ്ഞതാണ്. ഇത് തന്നെയാണ് നമ്മളും നിർവഹിക്കുന്നത്. എത്ര നിസാരമായിട്ടാണ് ഈ കളവ് പറയുന്നത്. നമുക്ക് ഈ ആയത്തുകൾ, ഇത് ആർക്കും കിട്ടാത്ത ആയത്തല്ലല്ലോ. വിശുദ്ധമായ ഖുർആനും അതിന്റെ തഫാസീറുകളും നമ്മുടെ മുമ്പിലുണ്ടല്ലോ. എന്താണ് സൂറത്തു സുമറിലെ 3-ാമത്തെ ആയത്താണ് അദ്ദേഹം ഓതിയത്. അലാലില്ലാഹി ദീനുൽ ഖാലിസ് വല്ലദീന തഖദൂ മിൻ ദൂനില്ലാഹി ഔലിയാ മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ. നോക്കണം, മാ നഅ്ബുദുഹും അത് ഓതിയില്ല. പിന്നെ ഇല്ലാലി യുഖർരിബൂന ഇലല്ലാഹി സുൽഫ, അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയാണെന്ന് മാത്രം ഓതി. അവിടെ മാ നഅ്ബുദുഹും ഇയാള് സൗകര്യപൂർവം വിട്ടുകളഞ്ഞു. മാ നഅ്ബുദുഹും, മക്കത്തെ മുശ്രിക്കീങ്ങൾ പറഞ്ഞു ഞങ്ങൾ ആ ബിംബങ്ങളെ ആരാധിക്കുന്നത് അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയാണ്. നഅ്ബുദുഹും ഇബാദത്താണ്, അവർ ഇബാദത്ത് ചെയ്തതാണ് അവിടെ പ്രശ്നം. ഇത് ഈ ആയത്തിനെ വിശദീകരിച്ച് ബഹുമാനപ്പെട്ട ഇബ്നു കസീർ വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. ഇന്നമാ യഹ്മിലുഹും അലാ ഇബാദത്തിഹിം ലഹും അന്നഹും അമദു ഇലാ അസ്നാമിൻ ഇത്തഖദൂഹാ അലാ സുവരിൽ മലായികത്തി. അവർ ബിംബങ്ങളെ രൂപപ്പെടുത്തി, മലക്കുകളുടെ രൂപത്തിൽ എന്ന് പറയപ്പെടുന്ന ബിംബങ്ങൾ അവർ രൂപപ്പെടുത്തി. എന്നിട്ട് ഫഅബദു തിൽക സുവർ, ആ രൂപത്തെ അവർ ഇബാദത്ത് ചെയ്തു. ഇബാദത്താണ് ഇവിടെ പ്രശ്നം.
എന്തിനാണ് സഹോദര ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നത്? തൊബിരി അങ്ങനെ വിശദീകരിക്കുന്നുണ്ട്. വല്ലദീന തഖദൂ മിൻ ദൂനില്ലാഹി ഔലിയാ യതവല്ലൗനഹും വയഅ്ബുദൂനഹും മിൻ ദൂനില്ലാഹ്. അല്ലാഹുവിനെ കൂടാതെ, അല്ലാഹുവിനു പുറമെ ഈ ബിംബങ്ങളെ അവർ ആരാധിച്ചിരുന്നു. യഖൂലൂന ലഹും മാ നഅ്ബുദുകും അയ്യുഹൽ ആലിഹ ഇല്ലാ ലിതുഖർരിബൂനാ ഇലല്ലാഹി സുൽഫ. അവരുടെ ബിംബങ്ങളോട് അവർ പറയും, ദൈവങ്ങളെ, ഞങ്ങളെ ആരാധ്യരെ, ഞങ്ങൾ നിങ്ങളെ ആരാധിക്കുന്നത് എന്തിനാണ്? അള്ളാഹുവിലേക്ക് നിങ്ങൾ ഞങ്ങളെ അടുപ്പിക്കാനാണ് എന്ന് അവർ ആരാധിക്കുന്ന ബിംബങ്ങളോട് പറയാറുണ്ട്. തഫ്സീർ തൊബിരി വിശദീകരിക്കാൻ ഇങ്ങനെ തന്നെയാണ് എല്ലാ തഫ്സീറുകളും വിശദീകരിക്കുന്നത്. അഥവാ മക്ക മുശ്രിക്കീങ്ങൾ അവരുടെ ബിംബങ്ങളെ ആരാധിച്ചിരുന്നതിനെ ഗുരുതരമായി ആക്ഷേപിച്ചു വന്ന വിശുദ്ധമായ ഖുർആനിലെ ആയത്തുകളെ, ഷിർക്കിന്റെ ഗൗരവത്തെ ഓർമ്മപ്പെടുത്തുന്ന ആയത്തുകളെ വളരെ തന്ത്രപരമായിട്ട്, കുതന്ത്രപരമായിട്ട് ദുർവ്യാഖ്യാനം ചെയ്യുക. എന്നിട്ട് മുഅ്മിനീങ്ങളുടെ മേലിൽ ഇങ്ങനെ കണ്ണുരുട്ടി പറയുക, ഇതാ ഈ ശിർക്കാണ് ഇവിടെ സുന്നികൾ ചെയ്യുന്നത് എന്ന്. ഇനി അദ്ദേഹം രണ്ടാമതൊരു ആയത്ത് ഓതിയല്ലോ, സൂറത്ത് യൂനുസിലെ 18-ാമത്തെ ആയത്താണ്. വയഅ്ബുദൂന, അതിലും തുടങ്ങുന്നത് തന്നെ അങ്ങനെയാണ്. വയഅ്ബുദൂന മിൻ ദൂനില്ലാഹി മാ ലാ യദുർറുഹും വലാ യൻഫഉഹും. അവർക്ക് ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിയാത്ത ബിംബങ്ങളെ അവർ ആരാധിക്കുന്നു തന്നെയാണ് അതിന്റെ തഫ്സീറുകളിലും ഉള്ളത്. വയഖൂലൂന, ആ ബിംബങ്ങളെ കുറിച്ച് അവർ പറയും, അവരുടെ ആരാധ്യ വസ്തുക്കളെ കുറിച്ച് അവർ പറയും, ഹാഉലാഇ ശുഫാഉനാ ഇൻദല്ലാഹ്, ഇത് ഞങ്ങൾക്കുള്ള ഷഫീഉകളാണ്, റബ്ബിന്റെ മുമ്പിൽ ഞങ്ങൾക്ക് ശുപാർശ ചെയ്യുന്നതാണ്. ഇത് സുന്നത്തു ജമാഅത്തിന്റെ വിശുദ്ധരായ ഇമാമുമാർ കൃത്യമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. മുസ്ലിമീങ്ങൾ ചെയ്യുന്ന ഷഫായത്തിന്റെ തേട്ടമല്ല ഇവിടെ, മുസ്ലിമീങ്ങൾ ആഗ്രഹിക്കുന്ന ഷഫായത്തും അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. മക്ക മുശ്രിക്കീങ്ങളുടെ ഷഫായത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മേൽ ആധിപത്യം ചെലുത്തിയിട്ടുള്ള ഒരു ഷഫായത്താണ്. കൃത്യമാണ്, ഇമാമുമാർ അതിനെ വിശദീകരിച്ചിട്ടുണ്ട്. ഞാനത് ഇവിടെ വിശദീകരിക്കുന്നില്ല. കാരണം വളരെ വിശദമായിട്ട് അവിഷയകമായിട്ട് ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിന്റെ ലിങ്ക് ചേർക്കാം. ഇമാം റാസി റളിയല്ലാഹു അൻഹുവിന്റെ തഫ്സീർ ഉദ്ധരിച്ചുകൊണ്ട്, മറ്റു തഫാസീറുകൾ ഉദ്ധരിച്ചുകൊണ്ട്, മുഅ്മിനീങ്ങളുടെ ഷഫായത്ത് എന്താണ് എന്ന് ഉദ്ധരിച്ചുകൊണ്ട്, അന്ന് കായക്കൊടി സാഹിബിനാണ് മറുപടി പറഞ്ഞത്. കായക്കൊടി സാഹിബ് ഈ ആയത്ത് ഓതിയിട്ട് കൃത്യമായിട്ട് തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ വ്യക്തമായ രൂപത്തിൽ അതിന് മറുപടി പറഞ്ഞത് യൂട്യൂബിലുണ്ട്. അതുകൊണ്ട് ഞാൻ വീണ്ടും അത് വിശദീകരിക്കുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ പച്ചയായ കളവുകൾ പറയുക, ലജ്ജയില്ലാതെ കളവുകൾ പറയുക, അതുകൊണ്ട് തെറ്റിദ്ധരിക്കരുത്, ഇതിലകപ്പെട്ടു പോകരുത്. അള്ളാഹു നമ്മുടെ ഈമാനിനെ കാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.